യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം 29 വാക്യമാണ്. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിനു മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിച്ചതുകൊണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. പ്രിയമുള്ള സഹോദര സഹോദരി, ആ രംഗം ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മുങ്ങിത്താഴുന്ന പത്രോസിൻ്റെ ചിത്രമാണ്. അതെല്ലാം നോക്കേണ്ടത് പ്രിയമുള്ളവരെ, വെള്ളത്തിന് മുകളിലൂടെ നടന്ന 3-4 സ്റ്റെപ്പുകളായിരിക്കണം. അത് അത്ഭുതമാണ് പ്രിയമുള്ളവരെ. ആ നിമിഷങ്ങളിൽ വലിയ തിരമാല ആഞ്ഞടിച്ചപ്പോൾ തിന്മ പത്രോസിന് പറഞ്ഞു, നീ മുങ്ങിത്താഴാൻ പോവാന്ന് പറഞ്ഞു. ആ സ്വരം അവൻ കേട്ടു, അവ ഭയപ്പെട്ടു. പ്രിയമുള്ളവരെ, തിന്മ പറയുന്നത്, തിന്മ സംസാരിക്കുന്നത് നാം കേൾക്കരുത്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ അവസ്ഥയിൽ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവത്തിലേക്ക് നോക്കി, നീ ഒരിക്കലും തിരമാലകളിലേക്കോ ചുറ്റും നോക്കരുത്. ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ മുന്നേറുമ്പോൾ നിന്നിൽ പ്രവർത്തിക്കുവാൻ നീ കരങ്ങളിൽ ദൈവത്തിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ദൈവം നിന്നെ കരങ്ങളിൽ പിടിച്ച് വിശ്വാസത്തിൽ ഉയർത്തുകയും നിന്നെ ചേർത്ത് വയ്ക്കുകയും ചെയ്യും. പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ദിവസത്തിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളായ തിരമാലകൾ ചെറുതും വലുതും ആഞ്ഞടിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട. മറിച്ച് വിശ്വാസം വളർത്തിക്കൊണ്ട് ദൈവത്തിലേക്ക് കറങ്ങി നീട്ടുമ്പോൾ ദൈവം നിന്നെ പിടിച്ചുയർത്തും, നിനക്ക് ശക്തിയായ മാറും. ഒരു കാറ്റും കോളും നിന്നെ തകർക്കയില്ല പ്രിയമുള്ളവരെ. എങ്കിൽ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ജീവിതമാകുന്ന സാഗരത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാറ്റും കൊടുങ്കാറ്റും വരുമ്പോൾ നിന്നിലേക്ക് കറങ്ങി നീട്ടി വിശ്വാസം വളർത്തി നിന്റെ നെഞ്ചോട് ചേർത്ത് നിന്നുകൊണ്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. ഇതാ പ്രിയമുള്ളവരെ, വാഗ്ദത്ത പേടകം. നിന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളും ഇതിലേക്ക് സമർപ്പിക്കേ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ നിന്റെ വെച്ച് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായി ശമിശാൽ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.